നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പേരുടെ ഒരു വലിയ റിട്ടയർമെന്റ് ഫംഗ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഏകദേശം 30ഓളം പേര്. നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ പോലീസുകാരുടെ ജീവിതത്തിൽ ഡ്യൂട്ടിക്കിടയിൽ അനവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. സാറേ ഈ ലോൺ എപ്പോഴത്തേക്ക് തരാൻ പറ്റുന്നു? PF ലോണല്ലേ സാറേ? ജയസും സൂപ്രണ്ടൊന്നും വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയും ഫയല് പെൻഡിങ് ആണ്. സാറേ ഈ പൈസ ഉണ്ടാണ് വീട് പണി തുടങ്ങിയത്, അതിപ്പം മുടങ്ങി. എനിക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് കയറി കിടക്കണം സാറേ? ഇത് റേഷൻ കടയിൽ അരി കൊടുക്കണ പരിപാടിയല്ല, ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും. സാറിപ്പോൾ ചെല്ല്. നിന്റെ അമ്മയ്ക്ക് ശ്രീനഗറിന്റെ പൈസ ഇല്ലണം ചോദിച്ചനെ. എന്താ പറഞ്ഞേ? ജയിലുള്ള നിന്റെ അമ്മ വിട്ടുന്നേ ശ്രീധരൻ കിട്ടി പൈസ നടന്ന അതിന്റെ മോനെ ചോദിച്ചനെ. അമ്മേനെ വിളിച്ചാ നീ കാശ് കൊണ്ട് വീട് പണിയാൻ എനിക്കൊന്ന് കാണണം. സാറേ ചോദിക്കാനെ കൊണ്ടൊന്നും തോന്നുന്നു. കഴിഞ്ഞ മാസം സാറിന് 6000 റുപ്യേൻ്റെ ചിട്ടി ജോസ് സാറ് പിടിച്ചു തന്നു. ഞാനും തന്നിന് 70 റുപ്യ. ഇത്രയും പൈസേൻ്റെ പണി ആ വീട്ടിൽ നടന്നിന് സാറേ. ഇവന്റെ കൈമ തീർന്നു പോയി. അടുത്തതായി നമ്മുടെ പോലീസുകാർക്കിടയിലെ കലാകാരന്മാരുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. ആരും എഴുന്നേറ്റ് പോകരുതേ. ഒന്ന് താഴേക്ക് വരുമോ? ഒന്ന് അടങ്ങ് ചെയ്യാം. മുകളിലുള്ളവരെല്ലാം കൂടെ താഴോട്ടിറങ്ങി വരും. ഇപ്പോ സാറിന്റെ അടിയുടെ മണ്ണിലൂർ പിടിച്ചതിന്റെ ചോർത്തില്ല സാറിന്. മര്യാദക്ക് വിടുന്ന ജോലി തന്നെ തല്ലി സാറേ. എനിക്ക് പോളി വന്ന് സാറിന് ഹിന്ദി പാട്ട് കേൾക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. ഇത്ര തിരക്കിന്റെ ഇടയില് വെള്ളച്ചിലെടുക്കല്ലേ. നിന്നെ അവൻ തല്ലിയതിന്റെ കാരണമൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയണം. നീ ഇതിന്റെ പേരിൽ യൂണിയൻകാരെയും വിളിച്ചു ഇങ്ങോട്ട് വന്ന പോലീസുകാരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? അറിയാം സാർ. പണി നോക്ക്. എന്റെ പാട്ട് ബാക്കി കിടക്കുന്നു. സാറ് വിളിപ്പിച്ചായിരുന്നു. മണൽ മാഫിയയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് മണൽക്കടത്തിന് കൂട്ടുനിന്നു. നേരാണെന്നറിയാന് ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു. ജോർജേ, പരാതി സത്യമാണ്. 1.5 ലക്ഷം രൂപയാണ് കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നത്. സാറേ ഞാൻ അവനോടൊന്ന് പറഞ്ഞു. നടപടി ഉണ്ടാകും ജോർജേ. 30 വർഷത്തെ എൻ്റെ സേവനത്തിനുള്ളിൽ ഞാൻ കീപ്പ് ചെയ്തതിലും മൊറാലുണ്ട്. അതിന് കോട്ടം തട്ടുന്ന ഒരുത്തനും എൻ്റെ ടീമിൽ വേണ്ട. ടീം ഹെഡ് എന്ന നിലയ്ക്ക് ജോർജ് അടക്കം അതിന് ഉത്തരവാദിയാ. ബാക്കി കാര്യങ്ങൾ ഓഫീസിൽ വിളിച്ച് പറയും. തമ്മിലുള്ള അവിശുദ്ധ ബന്ധം പുറത്ത്. ജയൻ എന്ന ഉദ്യോഗസ്ഥനാണ് കൈക്കൂലി വാങ്ങി മണൽക്കടത്തിന് ഒത്താശ ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മണൽ ലോബിയുമായി സ്ക്വാഡിലെ മറ്റംഗങ്ങൾക്കുള്ള പങ്ക് ഇപ്പോൾ അന്വേഷണത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജില്ലയിലെ വ്യാപകമായ
காலையில் ஆரம்பிச்சிட்டிங்களா? ஏன் என்னோட ப்ளஸ் ஒன்றாமல் இருக்கேன்? അവരൊരു 150-200 ആൾക്കാരുണ്ട് സാർ. ക്യാമ്പിൽ നിന്ന് കൂടുതൽ ഫോഴ്സ് വന്നിട്ട് யோ 100 பேர் இல்லை, 500 பேர் வந்தாலும் சமாளிக்கிற பேர் தான் போலீஸ்காரன். Yes, sir. இன்னும் 10 நிமிஷத்தில் துண்டை காணும் துணியை காணும் சொல்லி இங்கே ஒருத்தன் கூட இருக்கக்கூடாது. உருவி எடுத்துடணும், புரியுதா? முந்தானேத்து உங்கள் ஆஃபீஸ், இன்னைக்கு என்னோட ப்ரிமைசஸ். എന്നതാ பண்ணிட்டு இருக்கீங்க സജീവൻ? സർ, മർഡർ നടന്നിട്ട് വെറും 7 ദിവസമല്ലേ ആയുള്ളൂ. ഈ ഷോർട്ട് ടൈം സ്പാനിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണ്ടേ സർ? A person with high political influence got murdered and his family was tortured. And the query is, പോലീസിനെ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല? സർ, നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും പറയുന്നത് കൊലയ്ക്ക് പിന്നിൽ BSS പ്രവർത്തകരാണെന്ന്. സസ്പെക്ട് ലിസ്റ്റിലുള്ളവരെ പലതവണ ചോദ്യം ചെയ്തിട്ടും നമുക്കൊരു ലീഡും കിട്ടിയിട്ടില്ല. நீங்க என்ன பண்ண போறீங்கங்கிற விஷயம் எனக்கு தெரியாது. You either beg, borrow, or steal a team who are capable of doing this. You're running short of time. Sir, What is happening over there, Mr. Cholan? nothing, sir. ഒരു ചിന്ന പ്രൊട്ടസ്റ്റ്. 200-300 പേര് കൊടി പിടിച്ച് വരുന്നതാണോ ചിന്ന protest? Investigation എന്തായി? We're discussing on it, sir. We need to move faster, Mr. Cholan. Yes, sir. Okay. Thank you. സർ, ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ? Yes. സർ, 2 വർഷം മുമ്പ് ഞാൻ മാഹി ചുക്ലിയിൽ സി ആയിരുന്നപ്പോൾ ഒരേ സമയം അടുത്തടുത്ത വീടുകളുടെ ഡെക്കോയിറ്റി നടത്തിയിരുന്ന ഒരു തമിഴ് ഗ്യാങ് ഉണ്ടായിരുന്നു. ഇവർ റെയിൽവേ ട്രാക്ക് വഴി ഏകദേശം 30 കിലോമീറ്റർ നടന്നു വരികയും പോവുകയും ചെയ്തിരുന്നതിനാൽ ഇവരെ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കോഴിക്കോടുള്ള ഒരു വയോധികയുടെ ചെവി അറുത്തതോടുകൂടിയാണ് ഈ കേസ് വേറൊരു തലത്തിലേക്ക് മാറിയത്. അന്ന് വെറും 5 ദിവസം കൊണ്ട് കേസ് ഡിറ്റക്ഷൻ ചെയ്ത് മുഴുവൻ പ്രതികളെയും അവരുടെ ഏരിയയിൽ പോയി അറസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ച ഒരു ടീമുണ്ട്. കണ്ണൂർ SP കൃഷ്ണലാൽ സാറിൻ്റെ സ്ക്വാഡ്, കണ്ണൂർ സ്ക്വാഡ്. എന്തല്ല സാറേ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ തന്നെ ഒന്ന് കാണാൻ വന്നതാ. എങ്ങനെയുണ്ട് സ്റ്റേഷൻ ഡ്യൂട്ടി? എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ. ജോസ് സാറിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണെന്നാണ് വിളിച്ചേരാൻ പറഞ്ഞത്. ആ സാറേ, SP ഓഫീസിൽ നിന്ന് അൽത്താഫ് വിളിച്ചനാ? ഇല്ല. മറ്റേ കാസർകോട്ടെ അബ്ദുൾ വഹാബിൻ്റെ കേസില്ല സാറേ, അതിൻ്റെ അന്വേഷണം കണ്ണൂർ സ്ക്വാഡിന് വിട്ടെന്ന് അവൻ പറഞ്ഞു. രായൻ സാറ് പീടില്ലല്ലേ? ജോർജായിരുന്നോ? ഇവനെ കണ്ടപ്പോൾ ഞാൻ കരുതി വല്ല സെറ്റിൽമെൻറ്റ് കേസായിരിക്കുമെന്ന്. നടക്കട്ടെ. ഷാഫി സാറേ, സമയം കിട്ടുന്ന സ്റ്റേഷനിലേക്കൊക്കെ ഒന്ന് കയറട്ടാ. സാറേ, നടക്കില്ല ജോർജ്. അവരാവശ്യപ്പെട്ടത് രാജശേഖരനെ. ഒരു സാധാ പോലീസുകാരൻ്റെ ബുദ്ധിമുട്ടൊക്കെ സാറിന് മനസ്സിലാവും. സാറ് SI ആയിട്ട് കയറിയാണല്ലേ സാർ. സാറേ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അഴിമതിക്കാരായ എന്തോരം ഓഫീസർമാരുണ്ട്. 100% അവൻ്റെ ഭാഗത്ത് തന്നെ തെറ്റാ. ഞാൻ അവനെ ന്യായീകരിക്കൊന്നുമല്ല സാറേ, മേടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടുപോയതാ. സാറൊന്നും. ജോർജ്, ഇത് IG അദ്ദേഹത്തിൻ്റെ അതോറിറ്റിപ്പെട്ട കാര്യമാണ്. അതറിയാം സാറ്. രാജൻ ടീമും ബീഹാറിലാണ്. അവർ വരുമ്പോൾ ലേറ്റാവും. അത് പ്രതികളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുള്ളൂ. നിങ്ങളുടെ ലാസ്റ്റ് കേസായിട്ട് ഒന്ന് കൺസിഡർ ചെയ്യണം സാർ. B ടീം അവൈലബിൾ അല്ലാത്ത സ്ഥിതിക്ക് A ടീമിന് കേസ് അസൈൻ ചെയ്യാം. പക്ഷേ ആ അലിഗേഷനുള്ള പോലീസുകാരൻ ആള് വേണ്ട. സാറേ, അവിടെയാണ് ചെറിയൊരു പ്രോബ്ലം ഉള്ളത്. ഇതുവരെയുള്ള ഗ്രേവ് കേസസ് എല്ലാം അവർ അന്വേഷിച്ചിരിക്കുന്നത് ഒരു ടീമായിട്ടാണ്. അപ്പം ഈ അന്വേഷണത്തിൽ അവരെ സ്പ്ലിറ്റപ്പ് ചെയ്യുന്നത് അത്ര നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Cholan, it's your call. Either you take them or leave them. I will take the responsibility, sir. I want to meet Mr. George. ഇതാണ് ജോർജ്, അറിയാലോ, കാസർഗോഡ് SP. അറിയാം സർ.
George, you might have handled various cases, but this is a unique one. കാസർഗോഡ് പറ്റി உங்களுக்கு சொல்லவே தேவையில்லை. ഇങ്ങനെയുള്ള സ്ഥലത്ത് അബ്ദുൽ വഹാബിന്റെ പോലെ ഒരാളുടെ മർഡർ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഹോം മിനിസ്ട്രി നമുക്ക് തന്നിരിക്കുന്നത് 10 ദിവസമാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ കേസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പറ്റും സാർ. I said 10 days. പറ്റും സാർ, 10 ദിവസം മതി. Good luck. താങ്ക്സ്. സാറേ, കേട്ടിടത്തോളം ഇതല്പം കുഴപ്പം പിടിച്ച കേസാണ്. അവിടെ ആരെങ്കിലും ഇവൻ്റെ കാര്യം കുത്തിപ്പൊക്കിയ മറ്റേ നമുക്ക് നോക്കാം. സാറേ, എന്നാ കാരണമായിരുന്നാലും നമ്മൾ വർഷങ്ങളെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരാ ഇവർ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയത്. അല്ലാത്ത ചെയ്ത്തായി പോയി സാറേ. കാസർഗോഡ് ഇന്നത്തെ അവസ്ഥ കുറച്ച് കുഴപ്പം തോന്നുന്നു സാറേ. നമസ്കാരം. ഈ കേസ് തെളിയിക്കാൻ 10 ദിവസമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മുടെ ടീമിൻ്റെ ഇടയിൽ വ്യക്തിപരമായി പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊന്നും ഈ കേസിൻ്റെ അന്വേഷണത്തിന് ബാധിക്കരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം.